എനിക്കുള്ളത് വീതിച്ചെങ്കിൽ തന്നിരുന്നെങ്കിൽ ഞാൻ വിറ്റിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയത്. ഈ കാടും റബ്ബറും ഒന്നും എനിക്ക് പറ്റുന്നില്ല കോച്ചായ. അതച്ചായൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല സണ്ണി. ഞാൻ ചത്തു കഴിഞ്ഞ് എന്റെ മക്കൾ എന്തും ചെയ്തോട്ടെ എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത്. ഓ, അച്ചായനി എന്നയാകാനാ? അച്ചായന്റെ അച്ചായൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. നേരാ, പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസാ. പക്ഷെ നമ്മളൊന്നും ഇത്രയും ജീവിക്കത്തില്ലടാ. ഇതല്ലേ ഡെയിലി അകത്തേക്ക് ചെല്ലുന്നത്. 50 തേച്ചാ ഭാഗ്യം. അധികം വേണ്ടെന്ന് പറയണേ കോച്ചായ, ഈയിടെ കുറെ കൂടുതലാ. എവള് വെറുതെ പറയുക? അതിപ്പോ ഞാൻ പറഞ്ഞവൻ കേൾക്കൂ. ഞാനും ഒരു കുടിയനല്ലേ. എന്നാലും നീ ഈ പകലുള്ള കുടി നിർത്തണം. ഞാനങ്ങനെ പകല് കഴിക്കാറേ ഇല്ല. ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ടൊരു ടെൻഷൻ, അതുകൊണ്ടാണ് 2 പേർക്ക് കഴിച്ചത്. ഞാൻ പകല് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ വല്ല ജോലിയും വേണ്ടേ? അച്ചായൻ പറയുമ്പോ വല്ലപ്പോഴും ഒരിക്കൽ തോട്ടത്തിൽ പോണം, അല്ലാതെ പണിയാ എനിക്ക്. അതുകൊണ്ടല്ലേ സിറ്റിയിലെങ്ങാനും പോയി വല്ല ബിസിനസ്സും ചെയ്യാമെന്ന് പറയുന്നത്. എനിക്കും അതാ ഇഷ്ടം. അപ്പൊ നീ ഒരു സപ്പോർട്ടാ? അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത്. എനിക്ക് ഈ പട്ടിക്കാട് മടുത്തു. ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. നീ പട്ടണത്തിൽ വളർന്നതല്ലേ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അച്ചായ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ സണ്ണി, ബിസിനസ് ചെയ്യാൻ എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത്? ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട്. നീ എന്നെ കണ്ട് പഠിക്ക്. ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കള്ളത്തടിവെട്ടും കഞ്ചാവ് വിഷയമൊന്നും എനിക്ക് പറ്റില്ല. അത് കോശാനും കൊണ്ടേ പറ്റും. കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. കാശ് എത്രയാ പോരുമെന്ന് അറിയാമോ? അച്ചായൻ കുഴപ്പമൊന്നുമില്ല. അവൻ എന്ത് പറയുന്ന ചായ? തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞു. ആൾ ഒളിവില്ല, കിട്ടിയില്ലെന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷെ കേസിന്റെ കാര്യത്തായിക്കൊന്നും ചെയ്യാൻ നോക്കില്ല. അതിനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം. അവിടെ ചെന്ന് മിനിസ്റ്ററെ ഐജിയോ കാണണം. നാളെ തന്നെ പോകേണ്ടി വരും. ആ പയ്യന് ന്യൂസ് വല്ലതും കിട്ടിയോ? പയ്യൻ ജാഗത്തില്ലെന്ന് അയാൾ പറയുന്നത്. അത് അപ്പോഴേ എനിക്ക് തോന്നിയതാ. ചാകുമെന്ന് മറ്റും പത്രക്കാർ വെറുതെ കാച്ചുന്നതാ. പത്രക്കാരായി കുഴപ്പമില്ല ഉണ്ടാക്കുന്നത്. അത് പിന്നെ അവർക്കൊരു ഇര കിട്ടിയതല്ലേ. കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് വേണ്ടെന്ന് അയാൾ പറയുന്നത്. പയ്യന് സ്വന്തക്കാർ വല്ല കുഴപ്പമുണ്ടാക്കാം. പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെയും കുത്തിപ്പോയിക്കൊണ്ടുവരും. അത് നേരെ സൂക്ഷിക്കണം. ഇവനെ എന്തിനാ നീ പഠിപ്പിക്കുന്നേ? അച്ഛന് വേറെ ജോലിയില്ല, പഠിക്കാൻ കൊള്ളുമെങ്കിൽ വേണ്ടില്ല. ഇപ്പൊ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അവനെ വിളിച്ചേ. പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു. ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. തുക കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം അങ്ങ് എഴുതി തന്നേക്കാമെന്ന് പറയുന്നു. അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന്. അയാളാകെ പാപ്പരായ മട്ട വർത്താനം കയറിട്ട്. എന്നാ നോക്കാം. ആധാരം നമ്മുടെ ഉണ്ടല്ലോ. താൻ ആ കണക്കല്ല ഒന്ന് നോക്കിയേ. കുറെ കാലം ആയതല്ലേ. പലിശയ്ക്ക് പലിശയും കൂട്ടിക്കോ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു. നീ ഇവിടെ വന്നിരിക്കും. ബേബി, നീ വിഷമിക്കണ്ടടാ. അച്ചായൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട. പഠിത്തം മതിയാക്കിയത്. അതോ നിനക്ക് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട. അവന് സന്തോഷമായി. ഞാൻ പറയുന്നത് അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിന്റെ ചുമതല ഏൽപ്പിക്കും. ഞങ്ങൾക്ക് അത്രയും ജോലി പറയുമല്ലോ. അവൻ അതിനുള്ള പ്രായമായോ? വയസ്സ് 22 ആകാൻ പോകുന്നു. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചിലപ്പോ അവന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരും. അതൊന്നും ഇപ്പൊ വേണ്ട കോച്ചാ. ഹലോ, അതെ മാധുക്കുട്ടിയാ. കൊടുക്ക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. പിള്ളേരുടെ കാര്യമല്ലേ, അതൊക്കെ വെറുതെയാ. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വിടാം. അവനെ അച്ചാമ്മ കൂടെ വിടാം. എല്ലാരും ഉണ്ട്. അപ്പന് വിശേഷമൊന്നുമില്ല. ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു. ശരി. ആള് കേവനാണല്ലോ. അവൻ ചാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ പോയി കിടക്കാമായിരുന്നു. അതെ കളരാക. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ, ഞങ്ങളെപ്പോ ഉള്ളവർക്കൊക്കെ എന്താ വിശേഷം? മൂപ്പന്റെ അടുത്തുനിന്ന് വരുന്നത് അല്ലേ? നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല സാധനമാ. എന്നാ ഒരു പിടി പിടിക്ക്. എന്റെ പണി നടക്കണ്ടേ ബേബിച്ച? ഓ, നിന്റെ ഒരു പണി. ഒരെണ്ണം വലിക്കുന്നേ. എനിക്ക് ഈ സാധനത്തോട് അത്ര അടുപ്പമില്ല. പിന്നെ ബേബിച്ചനായ കുടുംബയെ ഞാനിത് വലിക്കും. ജോലി കഴിഞ്ഞ് ഒരു 200 മില്ലി അടിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു സുഖം കിട്ടും. ഇരിക്കരാക. ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് നീ വീട്ടിൽ വരുന്ന വരാൻ ഞാൻ എന്താ? 1-2 ദിവസം ഞാൻ ആലോചിച്ചതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അവിടെ വരുമ്പോ ബേബിച്ചിന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഒക്കെ മോഹം കാണുമ്പോ എനിക്ക് അതാണ്ട് പോലെ തോന്നും. നീ പറയുന്ന നേരെ ഒക്കെ ഒരുതരം ബോറ് പാർട്ടികളാ. പക്ഷെ ബേബിച്ചിന്റെ അമ്മ നല്ലതാ കേട്ടോ. അച്ചാമ്മച്ചേർത്തിയുടെ കൈ കൊണ്ട് എനിക്ക് എന്ത് ചോറോമി തന്നതാ എന്റെ അമ്മയുടെ വിലക്ക് നിന്നപ്പം. എന്റെ അമ്മയും പോരാരാക. അങ്ങനെ പറയാതെ ബേബിച്ച. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയാ. എന്റെ അമ്മ എത്തപ്പോ ഉണ്ടായ വിഷമം പോലെ അതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
അതനുഭവിച്ചാലേ അറിയും. രാഘവ, ഈ റബ്ബർ പാലിന് എന്താടോ വെള്ള നിറം വന്നത്? അത് പിന്നെ പാലിനെല്ലാം വെള്ളം നിറമല്ലേ. ഇതിന് ചോരയുടെ നിറമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. കഞ്ചാവ് കയറി പിടിച്ച ലക്ഷണമാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഓരോ മരത്തിൽ നിന്നും ചോര ഒലിച്ചു വരുന്നത്. കടും ചുവപ്പ് നിറത്തിലുള്ള ചോര. ശരിയാ, നല്ല രസമായിരിക്കും കാണാൻ. രാഘവ, അതിന്റെ നിറം മാറുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കി. അതിന്റെ നിറമൊന്നും മാറുന്നില്ല. ദേവച്ചിന് തോന്നുക. ഇത് ചോരയാ രാഘവ. ഇത് റബ്ബർ പാലാ. ദേവച്ചിന് എഴുന്നേര്. നേരാ, ഇത് റബ്ബർ പാല. ഒരെണ്ണ എനിക്കൂടെ ഒഴിക്ക്. കോശായം വന്നപ്പോഴേ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുക. അത് ശരി. ഇന്നത്തെ പോക്കൊരു അഡ്വഞ്ചറാ. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ചു വെച്ച സാധനത്തിന് കൊച്ചിയിൽ നിന്ന് ഒരു പാർട്ടി ഒന്ന് മുട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ ആഫറാണെങ്കിൽ ചിലപ്പോൾ അവർ കൊടുത്തോളയും. അതുകൊണ്ട് നേരത്തെ അങ്ങ് എത്തണം. കൊച്ചിയിൽ നിന്ന് അവന്മാർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ ഒരു പാർട്ടി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. എവനെയും കൊണ്ടുപോകണോ? കേറി വാടാ. ഒരു ബലത്തിന് ഇവനെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചു. കോശായന്റെ ബിസിനസ്സിൽ ഇവനെ കൂടെ പാർട്ണർ ആയിക്കൂ. ഇതിനൊക്കെ മിടുക്കനായിരിക്കും അവൻ. ഇവനൊക്കെ കൂടെ വന്ന് കണ്ടുപിടിക്കട്ടെ. ആൾ ദിവസം ബേബി ഒരെണ്ണം അടിക്കുന്നവർ യാത്ര പോവല്ലേ? വേണ്ട, വേവിച്ചിന് കൊടുക്കണ്ട. ഈസ്റ്റൻ തന്ന് കൊടുത്തിട്ട് ഛർദിച്ച ആകെ ബഹളമായിരുന്നു. എന്നാ പിന്നെ വേണ്ട. അച്ഛേ, അച്ഛേ, ആ തോക്കൊന്നും വേണം. വലുതോ ചെറുതോ? ചെറുത് മതി. അതിന് വാങ്ങിച്ചോണ്ട് വാ. നിറയാ, സൂക്ഷിക്കണം അല്ലേ? പോകല്ലോ. നമസ്കാരം മുതലാളി. എടുത്ത് വണ്ടി വയ്ക്ക. സാധനം എത്തിയില്ലല്ലോ മുതലാളി. ഫോറസ്റ്റുകാർ ഏതോ സ്പെഷ്യൽ സ്ക്വാഡിനോ മറ്റോ അയച്ചിട്ടുണ്ടെന്ന്. അവര് ചുറ്റുന്നത് കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റില്ലെന്നാ കൃഷിക്കാർ പറയുന്നത്. 5-6 ദിവസം കഴിയും. വേലു, നീ എന്നോടാണോ ഈ കഥയൊക്കെ പറയുന്നത്? എടുത്ത് വണ്ടി വെച്ചിട്ട് കാശിന് വാങ്ങിച്ചോ. പറയുന്നത് സത്യമാ മുതലാളി. ബുധനാഴ്ച വൈകിട്ട് വാ, ഞാൻ റെഡിയാക്കി വെക്കാം. പിന്നെ വില അല്പം ജാസ്തിയാ. മനസ്സിലായി? ജാസ്തി വില ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. അയ്യോ, അതെന്താ അങ്ങനെ വിചാരിക്കുന്ന? ഇല്ലാഞ്ഞിട്ടാ. കേറി നോക്കിക്കോ. മുതലാളി ഞാനും തമ്മിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നിന്റെ പുരാണമൊന്നും എനിക്ക് കണ്ട. സാധനം ഞാൻ പറഞ്ഞത് നേരാ. മുതലാളി പോ. ഇല്ല, ഞാൻ കൊണ്ടേ പോകും. അമ്മതേ ഇല്ലാന്ന് പറഞ്ഞിട്ട് കോശി മുതലാളി വിശ്വസിക്കുന്നില്ല. മുതലാളി തിരിച്ചു വയ്ക്കോ. നിർത്തിയടാ കൈതറികളെ. ഒന്നുകളെ വിടരുതേ. എവിടാ സാധനം? അവിടെ ഉണ്ടോ? തടിയുടെ പുറകിൽ. എടുത്തോ. അതവിടെ വയ്ക്ക. ഇനിയുണ്ടോ? രണ്ടുകൂടെ ഉണ്ട്. ബേബി അടിക്ക.
വണ്ടി കയറ്റിക്കോ. എടാ വേലു, ഈ ബിസിനസ് വാക്കായിരിക്കണം. ആദ്യമായതുകൊണ്ട് ഞാൻ വെറുതെ വിടുക, അല്ലെങ്കിൽ ഇവിടെ കുഴിച്ചിട്ട് ഞാൻ പോകുമായിരുന്നുള്ളൂ. മറ്റേ പാർട്ടിയാണെന്ന് തോന്നുന്നു. ഉണ്ണി കരുതിയിരുന്നോ? കോശിയല്ലേ പറഞ്ഞാൽ നമ്മളൊക്കെ അറിഞ്ഞൊന്ന് വരും. അതൊക്കെ പിന്നൊരിക്കൽ ലാഭം. മാല് ഞങ്ങൾക്ക് വേണം. 2.5 വെച്ച് കൂട്ടിത്തരാം. 5 ആണെങ്കിൽ എടുത്തോ. അല്പം കൂടുതലാ, എങ്കിലും ഞങ്ങൾ അത്യാവശ്യക്കാരായതുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നില്ല. ഒന്ന് കുറയ്ക്കണം. ചെക്ക് പോസ്റ്റ് കൊടുക്കണ്ടേ? നിങ്ങളായാലും കൊടുക്കണമല്ലോ. ശരി, അപ്പൊ നീ വന്നേ. എടുത്ത് വണ്ടിയിൽ വെച്ചേ. താനും ചെല്ലേ. മോശമല്ല ഇന്നത്തെ ദിവസം. പൊയ്ക്കോ, നിക്കണ്ട. എന്നെ തിരക്കി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേര്. ആനിയമ്മയാ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാ. ആനി, എന്നെ കൊണ്ട് വയ്യ, മടുത്തു. അവരപ്പനും മോളും കൂടെ അവിടെ അവർ ചെന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഞാനും കിടന്നോളാം. ഇനി ഒരു നിമിഷം പോലെ എനിക്ക് അയാളുടെ കൂടെ കഴിയാൻ പറ്റത്തില്ല. ആനിയെ, നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ കിടന്ന് കൂവാതെ വണ്ണേ, അകത്ത് തരുവാ. എടി, എന്താ ഉണ്ടായെന്ന് പറ. ഞാനെങ്ങും പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, നല്ല ഡ്രസ് ചെയ്യാൻ പാടില്ല, നേരത്തെ കിടക്കാൻ പാടില്ല, മോളെ തല്ലാൻ പാടില്ല, വേല കരച്ച് വഴക്ക് പറയാൻ പാടില്ല. എന്ന് വേണ്ട, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റമാ. അടച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നേ. ഇപ്പൊ നീ പണങ്ങിപ്പോന്ന എന്തിനാ? എന്റെ കൂടെ പഠിച്ച ആ സാറാ നായരില്ലേ, അവൾ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണേ പോയത്. എന്നിട്ട് രാത്രി വന്നങ്ങ് തുടങ്ങിയില്ലേ. എന്തിനാ ഹോട്ടലിൽ പോയത്? അതാറാ നായര് പഴച്ചോളാ എന്നൊക്കെ പറഞ്ഞ് വെളുക്കുന്നവരെ ഉറക്കിട്ടില്ല. എനിക്ക് മടുത്തു വച്ചായ. എന്തിനെല്ലാമോ ഞാൻ വഴക്ക് വെക്കണ്ട്. ബേബിയെ പറ്റി എന്തോ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കുറെ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം. നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. ആ, അത് ഞാൻ നോക്കിക്കോളാം. ബൈമോനെ, ആ പെട്ടി ഒന്ന് എടുത്ത് അകത്ത് വെച്ചേര്. എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമായിരുന്നു. എത്ര ദിവസമായ നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? വിശന്നിട്ട് വയ്യ. റോസ്ലിനെ വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലി? കുഞ്ഞെന്തിയേ? അവിടെ ഉണ്ട്. അവക്ക് എന്നെ വേണ്ടല്ലോ, ഡാഡിയെ മതി. ഇത്രേ ഉള്ളൂ. ആ, രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി 2 മസാല ദോശ തിന്നതാ. എന്നിട്ടും വിശക്കുന്നു. റീള വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. അതെന്താ? ആ, എനിക്കറിയാൻ വയ്യ. റോസ്ലിനെ, ഇന്നത്തെ മീൻകറി വല്ല ഇരിപ്പുണ്ടോ? നോക്കട്ടെ, കാണും. എന്ത് മീനാ ഗോമതിയമ്മേ? അയിലയാ. ശബ്ദം ഞാൻ കേട്ടായിരുന്നു. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല.
എങ്ങനെയാണെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോ ആനിക്ക് ഇവിടെ വന്ന് 10 ദിവസം നിന്നെങ്കിലേ ഒരു സമാധാനം വരും. സണി, നീ വെറുതെ ഇരിക്കും, എന്നിട്ട് മതേശം പിടിപ്പിക്കരുത്. എന്റെ ആനി, ഇവളും ഞാനും കൂടി ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം കശവിഷയം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ ചെറിയ തോതിൽ ചില തട്ടുമുട്ടൊക്കെ കൊടുക്കും. നീ എന്താ ശീലം വല്ലപ്പോഴെങ്കിലും പണങ്ങിയൊന്നും വീട്ടിൽ പോവാത്തെ? നീ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നെങ്കിലേ എനിക്ക് ഒറ്റയ്ക്കൊന്ന് വിലസാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. അങ്ങനെ ഒറ്റയ്ക്ക് വിലസണ്ട. എനിക്ക് ഇടയായിട്ടൊന്ന് പോയാൽ എന്താന്ന് തോന്നിയിട്ടുണ്ട്. നേരോ? അതെന്തിനാ? ഞാൻ നിന്നെ വഴക്ക് പറയാറില്ല, തല്ലാറില്ല, 24 മണിക്കൂറും കൂടെ ഉണ്ട് താൻ. പക്ഷേ ബോധമില്ലല്ലോ. അതുകൊണ്ടാ എന്നെ കൊണ്ടൊരു ശല്യവും ഇല്ലാത്തത്. ഇവളത് പറഞ്ഞപ്പോഴാ കോശായ ഞായറാഴ്ചയായിട്ട് രാവിലെ അങ്ങനെ വെറുതെ ഇരുന്നാൽ എങ്ങനെ? നമ്മുടെ അളിയൻ വരുമ്പോൾ വർത്താനം പറയുന്നത് ധൈര്യമുണ്ട്. വാ, എഴുന്നേറ്റ് വാ. ആ ചെല്ല്. നമ്മുടെ നാത്തൂന് ഏതായാലും ഇങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ആൻഡ്രൂസിന് ലിക്കറെന്ന് കേട്ടാലേ കലിയാ. അയ്യോ, അതുകൊണ്ട് എന്ത് ഗുണം? വല്ലപ്പോഴെങ്കിലും ഇത്തിരി കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെയുടെ ഈ ചണുങ്ങും സ്വഭാവത്തിന് ഒരു മാറ്റം വന്നേനെ. അല്ലാത്തവന്മാർ എന്തിനു കൊള്ളാം? കുടിക്കുകയും വേണം, വല്ലപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്പം ഒഴിച്ചു തരുകയും വേണം. അല്ലേ ഷീലേ? ബേബി, നിനക്കെന്താടാ പെണ്ണുങ്ങൾ വർത്തമാനം പറയുന്നിടത്ത് കാര്യം? എന്നിട്ട് പുറത്തു പോ. ആ മോനെ, എഴുന്നേറ്റ് പോയി കളിക്ക്. ചെല്ലു മോനെ, അപ്പുറത്ത് പോയി അപ്പൂപ്പനെ എന്തെടുക്കാൻ നോക്കിക്കേ. ഞാൻ പറഞ്ഞത് നേരല്ലേ? ആണും പെണ്ണും ആയാൽ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്ന് 2 പേർക്ക് വിസ്കിയൊക്കെ കഴിച്ച് പലതും വയറു നിറച്ച് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നാൽ പിന്നെ ഒരു സുഖം തോന്നും. അതിനു പകരം അവിടെ ഒരുത്തൻ അച്ഛന്മാരെ പോലെയാ വായിച്ചോണ്ടിരിക്കും. വെറുതെ അല്ല നിങ്ങൾ തമ്മിൽ ചേരാത്തത്. ആ, ഞാൻ ഇപ്പൊ പിണങ്ങി പോകുന്നതിന്റെ കഥ എന്താണെന്ന് അറിയാമോ? അത് അച്ഛനോട് പറയാൻ പറ്റുമോ? റോസ്ലിനെ എന്റെ ക്ലാസ്മേറ്റ് താരാനായർ വന്നു പറഞ്ഞില്ലേ? ഞാനും അവളും കൂടി ഉണ്ണുന്നതിന് മുമ്പ് ഈ 2 കുപ്പി ബീരങ്ങ് കുടിച്ചു. ഷീല എപ്പോ വന്നു? 10-10:30 രഞ്ജി എന്ത് അകത്തുണ്ട്? പള്ളി പോക്കും പ്രാർത്ഥനയും തന്നെയാ. എന്നിട്ട് ബീർ കുടിച്ചിട്ട് താരാനായർ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഉറങ്ങിക്കാണും. പുള്ളിക്കാരൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോ നിന്നെ കള്ളു നാറുന്നു എന്നും പറഞ്ഞോണ്ടൊരൊറ്റ ചാട്ടം. കള്ളിന്റെ മണം പോലും പാർട്ടിക്ക് അറിയില്ല കേട്ടോ. എന്നിട്ട് എനിക്കങ്ങ് അരിശം വന്നു. ഞാനൊരു 1/2 ഗ്ലാസ് വിസ്കി എടുത്തങ്ങ് കഴിച്ചു. എവിടുന്ന്? അടുക്കളയിൽ അലമാറിയിൽ ഞാൻ എപ്പോഴും ശകലം കരുതിയിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴാ ഒന്ന് അടങ്ങിയത്. പിന്നെ നേരം വെളുത്തപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഒറ്റ പോക്ക് പോന്നു. സണ്ണിയോട് ഈ കഥ ഒന്നും പറഞ്ഞേക്കല്ലേ? കോശി, എനിക്ക് ചിലപ്പോഴൊക്കെ ലേശം ഒഴിച്ചു തരാറുണ്ട്. ചിലപ്പോഴൊന്നുമല്ല, കള്ളി. നിനക്കോ? ആദ്യമൊക്കെ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ കുടിക്കില്ല. ഇപ്പൊ ചോദിക്കാറില്ല. ഞാൻ കൂടി തുടങ്ങിയാൽ സണ്ണിയുടെ കാര്യം അത് കുറെ കൂടുതൽ തന്നെ. രാവിലെ തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരെയാ. വരുന്നുണ്ട്. എന്നെ ഇപ്പൊ കാണണ്ട.